ഈ തിരുവോണ ദിവസം ഏറ്റവും അധികം ആളുകൾ എത്തുകയും ഓണം അതിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ്. രാവിലെ മുതൽ ആളുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. വീട്ടിൽ പൂക്കളമൊക്കെ ഇട്ട് അമ്പലത്തേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രമല്ല, പൂജയ്ക്കും മൂത്തിക്കും ഒക്കെ അറിയാം, എല്ലാ വർഷവും നമ്മൾ കാണാറുള്ളതാണ്. പലയിടങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇവിടെ വന്ന് തൊഴുത് പോകുക എന്നുള്ളതാണ് തിരുവോണ ദിവസം ആളുകൾക്കൊരു പ്രധാനമായി മനസ്സിൽ കരുതാറൊക്കെ ഉള്ളത്. മാത്രമല്ല, ഇനി ഒരുപാട് ചടങ്ങുകൾ നടക്കാനിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 10:00 ആരംഭിക്കുന്ന തിരുവോണ സദ്യയാണ്. തൃക്കാക്കര അമ്പലത്തിലെത്തി ആ തിരുവോണ നാളിൽ ഇവിടെ ഇരുന്ന് സദ്യ കഴിക്കാൻ വേണ്ടി മാത്രം തിരുവോണത്തെ കാത്തിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. രാവിലെ മുതൽ ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ക്യൂവിനൊരു അവസാനമില്ല എന്നുള്ളതാണ്. കൃത്യം നേരത്തെ തന്നെ എത്തി. വീട്ടില് പൂക്കളൊക്കെ റെഡിയാക്കി സദ്യ റെഡിയായോ? പകുതിയായെന്നല്ലേ? എല്ലാ തവണയും വരാറുണ്ടോ? എല്ലാ കൊല്ലം വരാറുണ്ട്. ഇവിടെ നിന്ന് സദ്യ കഴിച്ചിട്ട് പോവാനാണോ അതെയോ വീട്ടിലെത്തി? ഉത്രാടത്തിന് ഇവിടെ നിന്ന് കഴിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. ഹാപ്പി ഓണം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതൊരു ക്യൂവിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ വരിയായി ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി 9 ഗജവീരന്മാരൊക്കെ ഈ അമ്പലത്തിലേക്ക് വരുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. അല്പസമയത്തിനകം 8 മണിക്ക് മഹാബലി വരവേൽപ്പുണ്ട്. അതിനുശേഷം മറ്റു ചടങ്ങുകളിലേക്കൊക്കെ കിടക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് 10:00 തന്നെ തിരുവോണ സദ്യ, വിഭവ സമൃദ്ധമായ 2 കൂട്ടം പായസമൊക്കെ ഉള്ള തിരുവോണ സദ്യ. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് പൂജ, റിയയ്ക്ക് മാത്രം. അതെ, അപ്പൊ അത് പ്രേക്ഷകരോടായിട്ടൊന്ന് പങ്കുവയ്ക്കുകയാണ്. ഇന്ന് റിയയുടെ വിവാഹ വാർഷിക ദിനമാണ്. ഇപ്പൊ റിയ ബേബിക്കും ഭർത്താവിനും വിവാഹ വാർഷിക ദിന ആശംസകൾ നേരുകയാണ്. ഒപ്പം തിരുവോണ ആശംസകൾ ഒന്ന് നല്ല പാതിക്ക് കൈമാറിയേക്കും. പ്രേക്ഷകരുടെ വകയായി കൂടിയുള്ള ആശംസയാണ് നേരുന്നത് കേട്ടോ. അതെ, ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഒരു പിറന്നാളുകാരനൊപ്പം ഞാനിന്ന് വീട്ടിലിരുന്ന് വിവാഹ വാർഷികമൊക്കെ ആഘോഷിക്കേണ്ടതാണ്. അവധി കിട്ടാൻ പരമാവധി ശ്രമിച്ചു, പക്ഷെ അത് നടന്നില്ല. എന്നാലും കുഴപ്പമില്ല. ഇതൊരു അധിക വിവരമാണ്, നമുക്കൊരു അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. റിയ പിറന്നാളുകാരൻ കൂടി ഉണ്ട് എന്നത്. എത്രത്തോളം ആഘോഷങ്ങൾ ഒറ്റ ദിവസം എന്തല്ലേ, തിരുവോണ ദിവസം, വിവാഹ വാർഷിക ദിവസം, പിറന്നാൾ, അതിന്റെ കൂട്ടത്തിലൊരു കൂടെ. ആ പിറന്നാളുകാരൻ ഒരു ആശംസ ഇന്ന് അർഹിക്കുന്നുണ്ട്. ആ പിറന്നാൾ ആശംസ കൈയോടെ കൊടുത്തേക്കും. ഒരുപാട് സന്തോഷം മോത്തി. എന്തായാലും ഞാൻ വീട്ടിലെ കൃത്യം ഉച്ചയ്ക്ക് ഉണ്ണാൻ നേരത്തെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. സദ്യയൊക്കെ റെഡിയായി, ഇലയിടുമ്പോഴേക്കും എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒരു പ്രതീക്ഷ. തൃക്കാക്കരയിലെ സദ്യ ഒഴിവാക്കി അവിടെ എത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം റിയ. ഇന്നത്തെ ദിവസം നല്ല സന്തോഷത്തിൽ പോട്ടെ എല്ലാവർക്കും. റിയയ്ക്ക് പ്രത്യേകിച്ചും, കാരണം വിശേഷങ്ങൾ ഒരുപാടുള്ള ഒരു ദിവസമാണ്. കുഞ്ഞുണ്ട്, ഭർത്താവിനും കുഞ്ഞിനും ഒപ്പം ഇന്ന് ഊണ് കഴിക്കാനായി പോവാമെന്ന് വാക്കൊക്കെ കൊടുത്തിട്ട് നിൽക്കുകയാണ് തൃക്കാക്കരയപ്പന് മുന്നിൽ. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ. എത്രയും സമയം നേരത്തെ തന്നെ എത്തി ഊണ് കഴിക്കാൻ കഴിയട്ടെ.